താൻ സൃഷ്ടിച്ച ഏതെങ്കിലും വസ്തുക്കളെപ്പോലെയോ ജീവികളെപ്പോലെയോ അല്ല അവൻ. അവന്റെ രൂപത്തെയോ ഭാവത്തെയോ നമുക്ക് സങ്കല്പിക്കാനേ കഴിയില്ല. അല്ല, അവൻ ഒരു മനുഷ്യനെ പോലെയുമല്ല, അവനൊരു പങ്കാളിയുമില്ല. അവൻ ഏകനാണ്. അവൻ നമ്മെ ഇങ്ങോട്ട് കയറൂരി വിട്ടിരിക്കുകയല്ല. ഏതൊരു നിർമ്മാതാവിനെയും പോലെ അവനും തന്നെക്കുറിച്ച് പഠിക്കാൻ ഒരു പാഠപുസ്തകം, അതായത് ഒരു യൂസർ മാനുവൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇസ്ലാമാണത്, ഖുർആനും സുന്നത്തുമാണത്. അത് ആഹ്വാനം ചെയ്യുന്ന സന്ദേശം ഇതാണ്: ദൈവം ഏകനാണ്, അവൻ അള്ളാഹു ആകുന്നു ഏകൻ. അവന് ആരുടെയും ആശ്രയം വേണ്ട. പ്രപഞ്ചത്തിലെല്ലാം അവനെ ആശ്രയിക്കുന്നു. അവന് മക്കളൊന്നുമില്ല, അവൻ ആരുടെയും സന്താനവുമല്ല. ഒട്ടും തന്നെ വൈരുദ്ധ്യങ്ങളില്ലാത്ത ഒരു ഗ്രന്ഥം, ശാസ്ത്രത്തിലും ചരിത്രത്തിലുമുള്ള വിസ്മയങ്ങളെ നമുക്കറിയിച്ചു തന്ന ഗ്രന്ഥം. ഓർക്കണം, 1400 വർഷങ്ങൾക്ക് മുമ്പ് അതൊക്കെ നമുക്ക് വെളിപ്പെടുത്തിയതാണ്. മനുഷ്യഭ്രൂണത്തെക്കുറിച്ച് കൃത്യമായ വിവരണം നൽകിയിട്ടുണ്ടതിൽ. ആ വിവരങ്ങളൊന്നും അന്നത്തെ ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിയാത്തതായിരുന്നു. The descriptions of the human embryo in the Quran cannot be based on scientific knowledge in the 7th century. ഭൂമിയിൽ പർവ്വതങ്ങൾ ആണികൾ പോലെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണെന്ന് അത് വെളിപ്പെടുത്തുന്നു. 2 സമുദ്രങ്ങളെ കൂട്ടിച്ചേർത്തതും അവൻ തന്നെയാകുന്നു. ഒന്ന് രുചികരമായ തെളിനീർ, മറ്റേത് ചവർപ്പാർന്ന ഉപ്പുനീരും. രണ്ടിനുമിടയിൽ ഒരു മറയുണ്ട്. അവ കൂടിക്കലരുന്നത് വിലക്കുന്ന ഒരു തടസ്സം. രാപ്പകലുകൾ ഉണ്ടാക്കിയതും സൂര്യചന്ദ്രാദികളെ സൃഷ്ടിച്ചതും അള്ളാഹു മാത്രമാകുന്നു. ഒക്കെയും ഓരോ ഭ്രമണപഥങ്ങളിൽ നീന്തിക്കൊണ്ടിരിക്കുകയാകുന്നു. ആകാശത്തെ നാം നമ്മുടെ ശക്തിയാൽ സൃഷ്ടിച്ചു. നാം അതിനെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.